ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുന്നുള്ള രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ തലേന്നൊക്കെ അരി കുതിർത്ത് വെക്കാൻ, അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിന്ന്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ആവാത്ത രീതിയിൽ വേണം നല്ല പോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുത്ത ആ ഒരു രീതി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 8-10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ച് അതിൽ നിന്നും ഓരോ ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ അല്ലാതെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ സംഭവം സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതേ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒന്ന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടൂല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.